ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സോസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ എങ്ങനെ വീട്ടിൽ നമുക്ക് സോസ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നമ്മളിവിടെ 1 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് സബോള, പിന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്, പിന്നെ ഒരു 6 വെളുത്തുള്ളി, പിന്നെ ഒരു പട്ട നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ കരയാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ തക്കാളി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുക, അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കണം. നമ്മളെല്ലാ തക്കാളിയും അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മീഡിയം സൈസ് സവോളയും വെളുത്തുള്ളിയും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ബീട്രൂട്ട് ഇല്ലെങ്കിൽ ബീട്രൂട്ട് വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് അതിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ എക്സ്ട്രാ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ടാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. സോ നമ്മളൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഒരു വിസിലൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലത്തെ പട്ടയും ഗ്രാമ്പും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ പട്ടയും ഗ്രാമ്പും നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ മിക്സിയിൽ ഈ തക്കാളി അടിച്ചെടുത്തത്. എന്നിട്ട് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കുക. സോ നമ്മൾ ബീട്രൂട്ട് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ സോസിന് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീട്രൂട്ട് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ തക്കാളിയും നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു സോസിൻ്റെ കളറൊക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, പഞ്ചസാര, കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ വിനീഗറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത് നമ്മുടെ സോസ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ആ തക്കാളിയെ നീര് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മളൊരു 3 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. സോസ് എന്ന് പറയുന്നത് ഒരു മധുരം, പുളിയും, എരിവും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഉപ്പും അതുപോലെ പഞ്ചസാരയും ആഡ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ തക്കാളി അധികം പഴുപ്പില്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ച് നമ്മൾ ഇടണം. നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് നമ്മൾ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് നമുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സോസ് എന്ന് പറയുന്നത്. പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു സമയത്താണെങ്കിൽ പുറമേ നിന്ന് നമ്മൾ സോസ് മേടിക്കാൻ അത്ര വിശ്വസിച്ച് നമുക്ക് മേടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് അത് കഴിക്കാം. പിള്ളേർക്ക് അതിൽ വന്ന് നല്ലതുപോലെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ് ഒരു 10 ടീസ്പൂണോളം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് വെള്ളം വറ്റുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കൂളാകുമ്പോൾ കുറച്ചും കൂടി കട്ടയാവും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കൂൾ ചെയ്യാനായിട്ട് വെക്കാം. കൂളായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കട്ടയാവും. എന്നിട്ട് നമ്മൾ ക്ലീൻ ആൻഡ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.